നമസ്കാരം. നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളാണ് താരത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ മമ്മൂട്ടിയൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ല ഒന്ന് നേരിട്ട് വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാനും മമ്മൂട്ടിയും ഭയങ്കര കമ്പനിയാണ് പണ്ട് മുതലേ. അപ്പോൾ ഞാൻ ഈ പരിപാടിയുടെ ആദ്യം മുതലേ പറഞ്ഞു വന്ന ഗോസിപ്പുകളൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. നമ്മുടെ ജഗദീഷും പാർവതിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ശ്രീനിവാസൻ ജയറാമിന് എഴുത്തെഴുതി. അത് പിന്നെ കംപ്ലീറ്റ് പ്രശ്നങ്ങളായി. മോഹൻലാലിനെ തല്ലാൻ ശ്രീനിവാസൻ ആള് വിട്ടു. മദ്രാസിൽ ജയറാം പാർവതിയുടെ ചെവിക്കലിനടിച്ചു. അതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ ഗോസിപ്പുകളിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ജയറാമിന് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ജയറാമിന് അറിയാൻ തൻ്റെ ഭാര്യ പാർവതി അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യില്ല എന്ന്. അതുകൊണ്ടല്ലേ പാർവതിയുടെ മനസ്സൊന്നും മാറിക്കോട്ടെ എന്ന് കരുതി ജയറാമിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വരെ പാർവതിയെ കൊണ്ടുപോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കുറച്ചു നാളായിട്ട് കേൾക്കാതിരുന്ന മറ്റു പല നടികളുടെയും പൊങ്ങച്ചം പറച്ചിലും കത്തിവെക്കലും എല്ലാം പാർവതിക്ക് വീണ്ടും കേൾക്കേണ്ട വന്നില്ലേ? ജയറാം പഴയ കാര്യങ്ങളെല്ലാം മറന്നു, ക്ഷമിച്ചു, പുറത്തു. അതുകൊണ്ടല്ലേ ശ്രീനിവാസനും കൂടെ ഉള്ള ഒരു ലൊക്കേഷനിൽ ജയറാം പാർവതിയായിട്ട് വന്നത്. പഴയ കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നെങ്കിൽ അങ്ങോട്ട് അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ശ്രീനിവാസന്റെ സ്വഭാവം അങ്ങനെയാണോ? പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിനകത്തിട്ടാലും കുഴല് വളയാന്നുള്ളതല്ല, വാല് നിവരില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ശ്രീനിവാസന്റെ സ്വഭാവം. അല്ലെങ്കിൽ പിന്നെ ഒരാവശ്യമില്ലാതെ ഷൂട്ടിങ്ങിന് പോകാൻ ഇറങ്ങിയ ജയറാമുമായിട്ട് ശ്രീനിവാസൻ വഴക്കുണ്ടാക്കാൻ ചെല്ലുവോ? ഇങ്ങനെ ഒരു വഴക്കുണ്ടായതുകൊണ്ട് ഒരു ഗുണം കിട്ടി. എന്താണെന്നറിയാമോ? നമ്മുടെ ജയറാം പാർവതി ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ ശ്രീനിവാസൻ തന്റെ ഭാര്യ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നു. താമസം ഹോട്ടലിൽ നിന്ന് മാറ്റി മറ്റൊരു വീട്ടിലേക്കാക്കി. കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം മറന്നുപോയത്. അന്ന് രാത്രി നമ്മുടെ ഇന്നച്ചനും ശങ്കരാടിച്ചേട്ടനും കൂടെ പ്രശ്നം സോൾവ് ചെയ്യാനെന്നുള്ള വ്യാജേന ശ്രീനിവാസന്റെ വീട്ടിൽ ചെന്നു. സോൾവ് ചെയ്യാൻ ചെന്നതാണോ? അല്ല, ഇത് തന്നെ കാര്യം. ശ്രീനിവാസന്റെ ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒരുമാതിരിപ്പെട്ട ഭാര്യമാരൊന്നും വീട്ടിലിരുന്ന് 2 അടിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ സിനിമാക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. രാവിലെ 7 മണി മുതൽ ഈ നിന്നിട്ട് രാത്രിയാകുമ്പോൾ 2 അടിച്ചു കിടന്നുറങ്ങാൻ എന്തൊരു സുഖമാണെന്നറിയാവോ? അതൊക്കെ പറഞ്ഞാൽ ഈ വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്ക് മനസ്സിലാവോ? എന്തൊക്കെ ആയാലും നമ്മുടെ ഇന്നസെന്റിനെ കുറിച്ച് പറഞ്ഞപ്പം വേറൊരു കാര്യം പറയാൻ ഞാൻ വന്നത്. നമ്മുടെ ഇപ്പൊ ഈ സിനിമാക്കാരെ അഭിനയത്തിന് പുറമെ ചില സൈഡ് ബിസിനസ്സും കൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മോഹൻലാലിന്റെ മറ്റേ ടേസ്റ്റ് ബഡ്സ്, അതുപോലെ തന്നെ ദുബായിലൊരു ഹോട്ടൽ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഇന്നച്ചനും തുടങ്ങി ചെറിയൊരു സൈഡ് ബിസിനസ്. പടം പൊട്ടുകയാണെങ്കിൽ ഒരു സ്വയരക്ഷയും കൂടി ഇരിക്കട്ടെന്ന് കരുതിയിട്ടാവാം ഈ ഒരു മേഖല തന്നെ സൈഡ് ബിസിനസ് ആക്കി നമ്മുടെ ഇന്നച്ചൻ തിരഞ്ഞെടുത്തത്. ഈ സിനിമാക്കാരുടെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കും, പെട്ടെന്നായിരിക്കും ഇങ്ങനെ കത്തി എരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അഭിനയം മാത്രമല്ലാതെ എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ്സും കൂടെ തുടങ്ങുന്നത് നല്ലതാ. ഞാനും അതുകൊണ്ടല്ലേ PR പണി മാത്രമല്ലാതെ ഈ ഗോസിപ്പ് കൊണ്ടുള്ള ഇങ്ങനെ ചില കളികളും കൂടെ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നത്. അതെന്തായാലും നിങ്ങൾക്ക് സന്തോഷമാകുന്നുണ്ടെന്ന് അറിഞ്ഞ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം. ദാമ്പത്യ ജീവിതത്തിന്റെ വിജയരഹസ്യം എന്താണ്? പരസ്പരമുള്ള വിട്ടുവീഴ്ച മനോഭാവം. താൻ പിടിച്ച മുയലിന് 3 കൊമ്പാണെന്ന് ഈ ഭാര്യയും ഭർത്താവും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ മിക്കപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഒരു പരസ്പര വിശ്വാസം, ഒരു ഐക്യം, ഒരു സ്നേഹം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെ കൊണ്ട് തരണേ, ബാക്കിയുള്ളവന് വിശക്കുന്നുണ്ട്. കൊണ്ട് തന്നോ തമ്പുരാട്ടി? ദൈവമേ കാത്തോളണേ. എന്ന് തുടങ്ങി ദൈവവിശ്വാസമൊക്കെ? ദൈവവിശ്വാസമൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടടി. ഈ സാധനം ഉണ്ടാക്കിയത് നീയല്ലേ. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. അതുകൊണ്ട് ആ ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. എന്റെ ദൈവമേ, ഏത് കഷ്ടകാലത്തില് ഞാൻ ഇയാളെ കെട്ടിയത്. എത്ര നല്ല ആലോചന എനിക്ക് വന്നതാ. ഡോക്ടർ, എഞ്ചിനീയർ, എന്നിട്ട് അവസാനം ഈ കോതനാണല്ലോ എനിക്ക് കിട്ടിയത്. 28ാമത്തെ വയസ്സിൽ എന്റെ ജീവിതത്തിൽ ഒരു അപകടം വരുമെന്നൊരു കണി ഞാൻ ഗണിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും എനിക്കതിൽ വിശ്വാസമില്ലായിരുന്നു. നിന്നെ കെട്ടിയപ്പോ എനിക്ക് മനസ്സിലായി ഈ ജ്യോതിഷത്തിലൊക്കെ എന്തോ ഒരു സത്യം ഉണ്ടെന്ന്. ഇതിലും വലിയൊരു അപകടം എനിക്ക് എന്റെ കാര്യം വരാനുള്ളത്. ഈ കല്യാണം വേണ്ട മോളെ എന്റെ അമ്മ എന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ഒരു പട്ടിക്ക് കെട്ടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്നെ തരല്ലെന്നായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം. നിന്റെ അച്ഛനെ പോലെ തന്നെ ഒരാളെ കൊണ്ട് നിന്നെ കെട്ടിക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം അല്ലേ? നിങ്ങൾ എന്റെ അച്ഛനെ പട്ടിയെന്ന് വിളിച്ചോ? അയ്യോ, ഞാൻ എങ്ങനെ വിളിക്കുവോ? അതെങ്ങനെ പട്ടി എറിഞ്ഞിട്ട് വേണം പിന്നെ എന്നെ ഓടിച്ചിട്ട് കടിക്കാൻ. നിങ്ങൾക്കറിയോ എന്റെ അച്ഛൻ എത്ര ആൾക്കാരെ കര പറ്റിച്ചിട്ടുള്ള ആളാണ്? എനിക്കറിയാം. നിന്റെ അച്ഛൻ പഴയ ഒരു കടത്തുകാരനായിരുന്നല്ലോ. ഇപ്പുറത്തെ കരയിലുള്ളവരെല്ലാം അപ്പുറത്തെ കര പറ്റിക്കും, അപ്പുറത്തെ കരയിലുള്ളവരെല്ലാം ഇപ്പുറത്തെ കര പറ്റിക്കും. അതല്ലായിരുന്നോ പണി? എന്റെ അച്ഛനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമാണ്? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി നിങ്ങളോട് എന്ത് പിണ്ണാക്കം ഉണ്ടാക്കിയിരിക്കുന്നത്? പിണ്ണാക്കം ഉണ്ടാക്കിയിട്ടുള്ളോ? എടി, ജീവിതകാലം മുഴുവൻ ഇരുന്നുണ്ണാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ? എന്തുണ്ടാക്കി? ഈ 6 കസേര പിന്നെ നിന്റെ അപ്പൻ ഉണ്ടാക്കിയതാണോ? അയ്യോ, അതല്ല മനുഷ്യ. പിന്നെ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയോ? പിള്ളേരെ ഉണ്ടാക്കുന്നതിന് മുൻപ് എസ്റ്റേറ്റ് ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല. പോയി അവിടുന്ന്.
കുമാരേട്ടൻ നേരത്തെ വന്നെങ്കിൽ ചാച്ചിയോ? ദൈവമേ, ഉറങ്ങാൻ പോവാണേ. ഉറക്കത്തിൽ പിശാചുക്കളുടെ ആക്രമണം ഉണ്ടാകാതെ കാത്തുകൊള്ളണേ. മനുഷ്യ, ഞാൻ പകല് മുഴുവൻ പണിയെടുത്ത് ക്ഷീണിച്ച് വന്ന് കിടക്കുക. ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറഞ്ഞ് എന്നെ ശല്യം ചെയ്തോണ്ടല്ലോ പറഞ്ഞേക്കോ. ഇല്ല ഉറങ്ങിക്കോ. ഞമ്മള് ശല്യം ചെയ്യാനൊന്നും വരുന്നില്ലേ. ഉറങ്ങിക്കോ. നിങ്ങളോടല്ലേ പറഞ്ഞത്? ഇല്ല മിനിമോൾ മനുഷ്യ ഒന്ന് എണീറ്റേ. ആരെയും മിനി? ആരെയും മിനി എന്ന്? മിനിയോ? ഏത് മിനി? ആഹാ, നിങ്ങൾ ഇപ്പൊ ഉറക്കത്തിൽ കിടന്നു പറഞ്ഞ മിനി. എന്റെ പൊന്നേടി, ഞാൻ ഉറക്കത്തിൽ കിടന്നു വല്ല ഉറക്കപ്പിച്ചും പറഞ്ഞിരിക്കും. ഇത് ഏതായി മിനിയൊക്കെ? അതൊന്നും അല്ല, നിങ്ങൾ അറിഞ്ഞോണ്ട് പറഞ്ഞല്ലേ. എനിക്കറിയാം. എനിക്കറിയില്ല മിനി ആരാന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്കറിയില്ല. ഇതിനോട് ഞാൻ പറഞ്ഞത് ഞാൻ ഉറക്കത്തിൽ കിടന്ന സ്വപ്നം കണ്ട് പറഞ്ഞു പോയതായിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞേക്കോ. എന്നെ ശല്യപ്പെടുത്തിയാണല്ലോ. മഴയെ കിടന്ന് ഉറങ്ങ്. മനുഷ്യ ഒന്ന് എണീറ്റേ. ആരേ ഈ ഷീല? ആരാ ഈ ഷീല എന്ന്? ഏതാ ഈ ഷീല? നേരത്തെ മിനി, ഇപ്പൊ ഷീല. ഇത് ആരാന്ന്? ഇവളെ കൊണ്ട് ഞാൻ തോറ്റില്ല. ആദ്യം ചോദിച്ചു മിനി ഏതെന്ന്, ഇപ്പൊ ഷീല. ഈ നാട്ടിലുള്ള പെമ്പിള്ളാരുടെ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ട് ആരാന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഷീല ആരാന്ന് മാത്രം പറഞ്ഞാൽ മതി. ഷീല മിനി ഒന്നും ആരാന്ന് എനിക്ക് ഇനി ഉറക്കപ്പിച്ച് എന്തായാലും പറഞ്ഞു പോയെന്ന്. ഉറക്കപ്പിച്ച് കള്ളന്മാരൊക്കെ ഓർത്തോണ്ടിരുന്നിട്ട് ഉറക്കപ്പിച്ചെന്നോ? ആരാന്ന് പറയാനെന്താണെന്ന് ഉറങ്ങാൻ പറ്റില്ല. എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ പൊന്നെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയത്, ക്ഷമിക്കെന്നോടൊന്ന്. കൊറേ എണ്ണത്തിന് ഓർത്തോണ്ട് കിടക്കും. എന്നിട്ട് ശീലം മിനി മര്യാദക്കാണെന്ന് ഉറങ്ങിക്കോണം. ശരി ശരി. ഇനി അങ്ങനെ എന്നെ ശല്യപ്പെടുത്താൻ നോക്കിക്കോ. ഇല്ലില്ല. സുശീല സുശീല സുശീലക്കുട്ടി സുശീല സുശീല പോലെ മനുഷ്യ സുശീലൻ. ഏതവളെ ഈ സുശീല? സുശീല ഏത് സുശീല? എല്ലാം കഴിഞ്ഞ് സുശീല അതാരാന്ന് എനിക്കറിയണ്ടേ. സിന്ധ്യ കൊണ്ട് ഞാൻ തോറ്റി. എന്റെ പൊന്നുമോളെ, നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. അങ്ങനെ എന്നെ മണ്ടിയാക്കാൻ നോക്കണ്ട. ഇന്ന് രാത്രി എനിക്ക് രണ്ടിലൊന്നും അറിയണം. പറയാ എന്റെ പൊന്നേടി, എനിക്ക് സുശീല മിനി ഒന്നും എനിക്കറിയാൻ മേല. ചിലപ്പോ അപ്പുറത്തെ സുശീല പാല് തരാൻ വന്നോന്നറിയാൻ വേണ്ടി വിളിച്ചു ചോദിച്ചാൽ സുശീല അവളാര്? അയ്യോ, ഞാൻ എന്റെ ആരും അല്ല, വെറുതെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടപ്പോ പറഞ്ഞു പോയതായിരുന്നു. നാളെ ഞാൻ വീട്ടിൽ പോകും. രാത്രി കിടന്ന് ഓരോരുത്തരെ വിളിച്ചോണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ ഒന്നും വേണ്ടുന്നില്ല. ഞാൻ ഉറക്കപ്പിച്ച് പറയുന്നല്ല നിന്റെ പ്രശ്നം. ഇപ്പൊ ശരിയാക്കി തരാം. ഇനി മിണ്ടിയ ഞാനുണ്ടല്ലോ. കിടന്നുറങ്ങ്, പൊട്ടം കളി കളിക്കാം. കുമാരേട്ടാ, കുമാരേട്ടാ, ചുമ്മാ ഇരി കുമാരേട്ടാ. അടി ചുമ്മാ ഇരിക്കാൻ കുമാരേട്ടാ. എന്നിട്ട് എന്താന്ന് സത്യം പറയടി, ആരേ കുമാരേട്ടൻ? ഏത് കുമാരേട്ടൻ? നീ കുമാരേട്ടൻ കുമാരേട്ടൻ ആരാണെന്ന് ഞാൻ ചോദിച്ചത്. ഞാനങ്ങ് പറഞ്ഞില്ല, വട്ടാണോ? കുമാരേട്ടാന്ന് പറഞ്ഞില്ലേ? നിങ്ങളല്ലേ നേരത്തെ ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞേ? എടി, ഞാൻ ഉറക്കത്തിൽ കിടന്ന് ശീല എന്ന് പറഞ്ഞു. നീ എന്തിനാ കുമാരേട്ടൻ ഓർമ്മയുണ്ടല്ലേ? ആ ശീല എല്ലാം കൂടെ എന്റെ തലേ കെട്ടി വെക്കാൻ നോക്കാം. സത്യം പറ, കുമാരേട്ടൻ ആരാ? ഏത് കുമാരേട്ടൻ? നീനക്ക് പറയാൻ എന്റെ പൊന്നി കേട്ടാ, ഇവൾ ഉറക്കത്തിൽ കിടന്ന് കുമാരേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കുമാരനായിട്ടുമായിട്ടൊരു ബന്ധമില്ലേ? ഏത് കുമാരേട്ട? എനിക്ക് അറിഞ്ഞൂടെ. നീ ഉറക്കത്തിൽ കുമാരേട്ടൻ പറഞ്ഞോ? ഇല്ലെന്ന്. ശീല ശീല സുശീല എന്തൊക്കെയാണെന്ന് പറഞ്ഞ ഞാൻ ശീല പറഞ്ഞു. നീ കുമാരേട്ട പറഞ്ഞ കാര്യമുണ്ടോ? ഞാൻ കുമാരേട്ട സഹോദരൻ, ഞാനൊരു കാര്യം പറയാം. ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞ പരസ്പരമുള്ള വിശ്വാസമാണ്. അതിന് പോറൽ വീണ് കഴിഞ്ഞാൽ കുടുംബം തന്നെ തകരും. ഞാൻ പറഞ്ഞേക്ക്, മോളിനി കുമാരേട്ട എന്ന് പറയോ? ഇല്ല, അങ്ങനെ ശീല ശീല എന്ന് പറയണ്ടോ? ശീല എന്ന് പറയോ? ശീല എന്ന് പറയരുത്. കുമാരേട്ട എന്ന് പറയരുത്. രണ്ടുപേരും വെള്ളം ഉണ്ടാക്കാൻ കിടന്നുറങ്ങി.
നീ കുമാരോട്ടൊന്നും പറയില്ലല്ലോ. ഇല്ല നീ ശീലാന്ന് പറഞ്ഞു. താങ്ക്സ് ചേട്ടാ. ചേട്ടാ ചേട്ടൻ വന്നില്ലാതെ ഞങ്ങളുടെ കുടുംബജീവിതം ഇപ്പൊ ശിഥിലമായി പോയെന്ന്. കിടന്ന് മോള് കിടക്ക്. അയ്യോ ഇവനേത് ഈ പാതിരാത്രി ഞങ്ങളുടെ റൂമില്. അതെ താനെയാ എന്നെ ഇതുവരെ മനസ്സിലായില്ലേ? ഞാനല്ലേ ഇവള് പറഞ്ഞ കുമാരേട്ടൻ. ഇവള് പറഞ്ഞിട്ട് വന്നതാ. റോങ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു പവന്റെ ഗോൾഡ് കോയിൻ കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പലരെയും ഒന്ന് വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചു. ചിലരൊക്കെ ഒന്ന് തലകറങ്ങി വീണു. പക്ഷെ ചിലരാകട്ടെ അവരുടെ സത്യസന്ധത നമ്മളെ മനസ്സിലാക്കി തരികയും ചെയ്തു. മാത്യൂസ് അല്ലേ? ഹലോ മിസ്റ്റർ മാത്യൂസിന്റെ വീടല്ലേ? ആ ഞങ്ങള് കൈരളി TV വിളിക്കാണ്. മിസ്റ്റർ മാത്യൂസ് ഉണ്ടോ? പുറത്തേക്ക് പോയോ? ഇതാരാണ് സംസാരിക്കുന്നത്? ആ ചേച്ചി, ഞങ്ങള് കൈരളി ടിവിയുടെ ജുംബ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൽ നിന്ന് വിളിക്കുകയാണേ. കൈരളി ടിവിയിലെ ജുംബ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൽ നിന്നാണ് വിളിക്കുന്നത്. മാത്യൂസ് ചേട്ടൻ ഇങ്ങോട്ടൊരു എഴുത്ത് എഴുതിയിരുന്നു. എഴുത്ത് ഞങ്ങൾക്ക് കിട്ടി. ഉത്തരം വളരെ കറക്റ്റ് ആണ്. മാത്യൂസ് ചേട്ടൻ ഇങ്ങോട്ട് എഴുത്ത് എഴുതിയില്ല, അത് ഞങ്ങൾക്ക് കിട്ടി. എഴുത്തെഴുതും തോന്നില്ലേ? അതെന്താ ചേച്ചി? എന്തോ മാത്യൂസ് ചേട്ടൻ TV കാണൽ കുറവാണോ? ചേച്ചി TV കാണാറുണ്ടോ? ചേച്ചി TV കാണാറുണ്ടോ? ചേച്ചി TV കാണാറുണ്ടോ? ആണല്ലേ. ചേച്ചി കൈരളി ടിവിയിൽ ജുംബ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതിലേക്ക് മാത്യൂസ് ചേട്ടൻ ഒരു എഴുത്ത് എഴുതിയിരുന്നു. നിങ്ങൾക്കാണ് 1ാം സമ്മാനം. ഒരു പവന്റെ ഗോൾഡ് കോയിൻ ആണ് സമ്മാനം. അപ്പൊ നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നതേ. അപ്പൊ മാത്യൂസ് ചേട്ടനല്ലേ എഴുത്ത് എഴുതിയേ? എന്തോ? അയ്യോ ചേച്ചി, 1 പവന്റെ ഗോൾഡ് കോയിൻ ആണ്. അതിപ്പോ ചേച്ചിക്ക് മാലയായിട്ട് വേണോ, വളയായിട്ട് വേണോ, കമ്മലായിട്ട് വേണോ, അതോ പാദസരമായിട്ട് വേണോ? വണ്ടടിച്ചിരിക്കുകയാണോ? മാത്യൂസ് ചേട്ടൻ എഴുത്തെഴുതിയ കാര്യം ചേച്ചിയോട് പറഞ്ഞില്ലായിരിക്കും അല്ലേ? അയ്യോ അപ്പൊ എന്തേലും ചേച്ചി ഒരു കാര്യം ചെയ്യാന്നാ. ചേച്ചി നിങ്ങൾ ഒന്ന് ഗോൾഡ് കോയിൻ എന്തായാലും മേടിച്ചോ കേട്ടോ. അപ്പൊ ഗോൾഡ് കോയിൻ മേടിക്കാൻ എനിക്ക് വരണം. അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എഴുത്തെഴുതുന്ന കാര്യം? പറഞ്ഞിട്ടുണ്ട്. ചോദിക്കാ പറയുന്നതൊക്കെ പിന്നെ അവൻ ഗോൾഡ് കോയിൻ എന്തായാലും പോരട്ടെ അല്ലേ? ചേച്ചി, ഇത് കൈരളി ടിവിന്ന് ജുംബ എന്ന് വിളിക്കുകയല്ല. ഇത് നിങ്ങളാണ് താരം എന്ന് പറയുന്ന ഒരു കോമഡി പ്രോഗ്രാം ആണ് ചേച്ചി. അതെ അതെ ഷാജോണാണ്. ചേച്ചി, 1 പവന്റെ ഗോൾഡ് കോയിൻ ഒക്കെ മേടിക്കാൻ പോരാന്ന് പറഞ്ഞു. പിന്നെ മാത്യൂസ് ചേട്ടൻ TV കാണാറില്ലേ? പ്രോഗ്രാം നിങ്ങളാണ് താരം കാണാറുണ്ടോ? എങ്ങനെയുണ്ട് ചേച്ചി, അഭിപ്രായം പറയൂ. നന്നായിരിക്കുന്നു അല്ലേ? ആകെ ചേച്ചി എന്ത് ചെയ്യുന്നു? എന്ത് പഠിപ്പിക്കുന്നു ചേച്ചി? ടീച്ചറാണല്ലേ? ഏത് വിഷയമാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്? മ്യൂസിക് ആണോ? അയ്യോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളാണ് താരത്തിന് വേണ്ടി ചേച്ചിക്ക് ഒരു പാട്ട് പാടാം. കുഴപ്പമില്ല ചേച്ചി, പാടിക്കോ. അതിനെന്താ, ഇതുപോലുള്ള അവസരങ്ങളല്ലേ വിനിയോഗിക്കേണ്ടത്. പഴയ ഒരു പാട്ട് പാടിക്കോ. സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ, അയ്യോ ചേച്ചി, ഇത് മുഴുവനും കേൾക്കണമെന്ന് നമുക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ സമയമില്ലാതായി പോയി ചേച്ചി. സത്യം പറഞ്ഞാൽ ഈ പാട്ട് കേട്ടപ്പം സത്യമായിട്ട് ഒരു ഗോൾഡ് കോയിൻ തരണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ ചേച്ചി, അപ്പൊ നന്നായി വരട്ടെ ചേച്ചി. അപ്പൊ പ്രാർത്ഥിക്കണം കേട്ടോ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്തായാലും വളരെ മനോഹരമായ ഒരു കോളായിരുന്നു. മ്യൂസിക് ടീച്ചറാണ്, അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് ആ ചേച്ചി പാടി. ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ സ്വന്തം നിങ്ങളാണ് താരത്തിലൂടെ.